Hi, dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ കൺസർവേറ്റീവ് ഫീൽഡ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പോൾ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഷോ ദാറ്റ് ദി ഫീൽഡ് എഫ് ഈക്വൽ ടു z പ്ലസ് വൈ ഐ പ്ലസ് zj പ്ലസ് വൈ പ്ലസ് എക്സ് കെ ഈസ് നോട്ട് കൺസർവേറ്റീവ്. അപ്പോൾ ഫീൽഡ് ഈ ഒരു തന്നിട്ടുള്ള ഫീൽഡ് കൺസർവേറ്റീവ് അല്ല എന്നുള്ളതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തിയറം കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്. ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Let f equal to pi plus qj plus rk be a field whose component functions have continuous first partial derivatives. Then f is conservative if and only if dou p by dou y equal to dou q by dou x, dou q by dou z is equal to dou r by dou y, and dou r by dou x is equal to dou p by dou z. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എഫ് എന്നുള്ള ഫീൽഡ് കൺസർവേറ്റീവ് ആവുന്നത്. അതേപോലെ എഫ് കൺസർവേറ്റീവ് ആണ് എങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എഫ് എന്നുള്ള ഫീൽഡ് കൺസർവേറ്റീവ് ആവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ പി ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ആൻഡ് ക്യൂ ഈക്വൽ ടു സെഡ്, ആർ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1, ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0. Therefore, dou p by dou y not equal to dou q by dou x, and hence by component test for conservative field f is not conservative. Okay, അപ്പോൾ എഫ് കൺസർവേറ്റീവ് അല്ല എന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് കണ്ടീഷൻസിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഷോ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക് പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്. അപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻസും കൺസർവേറ്റീവ് ഫീൽഡും എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പാത്ത് ഇൻഡിപെൻഡന്റ് എന്താണ് എന്നുള്ളത് നോക്കണം. പാത്ത് ഇൻഡിപെൻഡന്റിന്റെ ഡെഫിനിഷൻ വരുന്നത് let f be a vector field defined on an open region D in space, and suppose that for any two points A and B in D, the line integral over C f dot dr along a path C from A to B in D is same for all over all paths from A to B, then the integral over C f dot dr is path independent in D and the field f is conservative on D. Okay, അപ്പോൾ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി എന്ന് പറയുന്ന ഒരു റീജിയൺ തന്നിട്ടുണ്ട്. ആ റീജിയണിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് എയും ബിയും. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ വ്യത്യസ്ത പാത്തുകൾ എടുത്ത് ആ പാത്തിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി എന്നുള്ള ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന്റെ വാല്യൂ റിമൈൻസ് ദി സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാൻ പറ്റും. പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ എഫ് എന്നുള്ള ഫീൽഡ് ആ ഒരു റീജിയനിൽ കൺസർവേറ്റീവും കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനിഷനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ റീജിയൻ ആർ ഇൻ സ്പേസ്, ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ എനി ടു പോയിന്റ്സ് എ ആൻഡ് ബി ഇൻ ആർ, the value of the line integral from A to B is same for every path in R from A to B, then the integral f dot dr is path independent in R. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് തിയറം, ഫണ്ടമെന്റൽ തിയറം ഫോർ ലൈൻ ഇന്റഗ്രൽസ്. Now we can discuss the theorem, fundamental theorem of line integrals. Suppose C is a path in an open region R of the xy plane and is defined by rt is equal to xti plus ytj a less than or equal to t less than or equal to b, if f of xy equal to p of xyi plus q of xyj is a conservative vector field in R and phi is a potential function for f, then integral over c f dot dr is equal to integral over c del phi dot dr is equal to phi of b minus phi of a, where a equal to x of a y of a and b equal to x of b y of b.
ഓക്കെ, അതായത് നമ്മൾ സി എന്നുള്ള ഒരു സി എന്നുള്ളത് ആർ എന്നുള്ള റീജിയനിൽ വരുന്ന ഒരു പാത്താണ്. ആ പാത്തിന്റെ പാരാമെട്രിക് ഡെഫിനിഷൻ ആണ് ആർ ടി is equal to എക്സ് ടി ഐ പ്ലസ് വൈ ടി ജെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളത്. ഈ ആർ എന്നുള്ള വെക്റ്റർ റീജിയനിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ആണ് എഫ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യു ജെ എന്നുള്ളത്. ഈ എഫ് എന്നുള്ള വെക്റ്റർ ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഫൈ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്നുള്ള ഫോമിലായിരിക്കും. ഇവിടെ ക്യാപിറ്റൽ എ എന്നുള്ളത് ഈ എയില് ആർ ടി എന്ന് പറയുന്നത് ടി ഈക്വൽ ടു എ ആകുന്ന സമയത്ത് ആർ ടി എവിടെയാണോ ഉള്ളത് ആ പോയിന്റ് എക്സ് ഓഫ് എ വൈ ഓഫ് എ എന്നുള്ള പോയിന്റ് ആണ് എ എന്നുള്ളത്. ബി എന്നുള്ളത് ടി ഈക്വൽ ടു ബി ആവുന്ന സമയത്ത് ആർ ഓഫ് ടി എവിടെയാണോ നിൽക്കുന്നത് ആ പോയിന്റ് ആണ് ബി ക്യാപിറ്റൽ ബി എന്നുള്ളത്. അതായത് വൈ എക്സ് ഓഫ് ബി വൈ ഓഫ് ബി എന്നുള്ള പോയിന്റ് വരുന്നതാണ് ബി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ലൈൻ ഇന്റഗ്രലില് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാം. ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷനിൽ എൻ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഇവാലുവേറ്റ് ചെയ്തത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതായിരിക്കും ഇന്റഗ്രലിന്റെ വാല്യൂ. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മൂത്ത് കർവ് സി എന്നുള്ളത് കൺസിഡർ ചെയ്താൽ മതി. പീസ് വൈസ് സ്മൂത്ത് ആണ് എങ്കിൽ സിമിലർ രീതിയിൽ തന്നെയാണ് പ്രൂഫ് വരുന്നത്, അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എഫ് എന്നുള്ളത് നമുക്ക് കൺസർവേറ്റീവ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്, ഫൈ എന്നുള്ളത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റും. ഡെൽ ഫൈ എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ എന്നുള്ളതാണ്. അതേപോലെ the path of integration C is defined by RT is equal to XTI plus YTJ A less than or equal to T less than or equal to B എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് dr by dt equal to with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കിട്ടുന്നത് dx by dt I plus dy by dt J എന്നുള്ളത് കിട്ടും. അതേപോലെ along the curve C phi is a differentiable function of t. Then by chain rule d phi by dt is equal to phi എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്, എക്സും വൈയും ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ d phi by dt എന്നുള്ളതിനെ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്നുള്ള ഫോമിൽ എഴുതാം. ഇതിനെ നമുക്ക് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ എന്നുള്ള ഫോമിൽ എഴുതാം. അതായത് ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്നുള്ള ഫോമിൽ എഴുതാം. ഡെൽ ഫൈ എന്നുള്ളത് എഫ്, ഡെൽ ഫൈ ഈക്വൽ ടു എഫ് ആണ്, അതുകൊണ്ട് എഫ് ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ എഫ് ഇൻറ്റു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്നുള്ളതിന് നമുക്ക് ഡി ഫൈ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ദർഫോർ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു നമ്മൾ ലൈൻ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നു. ടി ഈക്വൽ ടു എ ഈക്വൽ ടു ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി. എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്നുള്ളത് ഡി ഫൈ ബൈ ഡി ടി നമ്മളിപ്പോൾ ചെയ്തു. ഡി ഫൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി. നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ച് നമ്മൾ ഇന്റഗ്രൽ എ ടു ബി ഡി ഫൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നുള്ളത് വരുന്നത് ഫൈ ഓഫ് എ മൈനസ് ഫൈ ഓഫ് ബി എന്നുള്ളതാണ്. ഫൈ ഓഫ് എക്സ് ഓഫ് എ ഫൈ ഓഫ് വൈ ഓഫ് ടി എന്നുള്ളത് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൽ ലിമിറ്റ് വരുന്നത് എ ടു ബി എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്നുള്ളത് ആൻസർ കിട്ടും. ഓക്കെ ഇതിൽ ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ 2 ഡയമെൻഷണൽ കേസാണ് നമ്മൾ പറഞ്ഞത്. 2 ഡയമെൻഷണൽ പ്ലെയിനിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽ തിയറം ഫോർ 3 സ്പേസ്. സപ്പോസ് C is a piecewise smooth curve defined by RT is equal to XTI plus YTJ plus ZTK A less than or equal to T less than or equal to B. If f of xyz is equal to pi plus qj plus rk is conservative vector field and phi is a potential function for f, then integral over c f dot dr is equal to integral over c del phi dot dr is equal to phi b minus phi of a, where a equal to x of a y of a z of a, b equal to x of b y of b z of b. ഒന്നുമില്ല, നമ്മൾ നേരത്തെ കേസിൽ ഒരു 2 ഡയമെൻഷൻ കേസ് ആണ് പറഞ്ഞത്. ആർ എന്ന് പറയുന്നത് എക്സ് ടി ഐ പ്ലസ് വൈ ടി ജെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ കൂടെ സെഡ് ടി കെ എന്നുള്ളതും കൂടെ വന്നു. അതേപോലെ വെക്ടർ ഫീൽഡ് പറഞ്ഞപ്പോൾ പി എക്സ് വൈ ഐ പ്ലസ് ക്യു എക്സ് വൈ ജെ എന്നാണ് പറഞ്ഞത്. അതിന് പകരം പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ എന്നുള്ള ഫോമിലുള്ള ഒരു 3
ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും ഫണ്ടമെന്റൽ തിയറം റിമൈൻസ് ദി സെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു തിയറം കൂടെ, രണ്ട് തിയറം കൂടെ ഉണ്ട്. തിയറത്തിൽ പറയുന്നത്, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ ക്ലാസ്സിൽ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇൻ ആൻ ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആർ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് കൺസർവേറ്റീവ് ഇൻ ആർ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എങ്കിൽ എഫ് എന്ന് പറയുന്ന ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. അതേപോലെ എഫ് എന്നുള്ള ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. ഓക്കെ, ഒരു തിയറം കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഇന്റഗ്രൽ അറൌണ്ട് ക്ലോസ്ഡ് പാത്ത്. തിയറം 3. In an open connected region R, integral over C f dot dr is independent of path if and only if integral over C f dot dr equal to 0 for every closed path C in R. തിയറം പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ എനി ക്ലോസ്ഡ് പാത്ത് സി ഇൻ ആർ. അതേപോലെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ഫോർ എവറി ക്ലോസ്ഡ് പാത്ത് സി ഇൻ ആർ ആണ് എങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. അപ്പൊ അതിന് പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എന്നുള്ളത് നമ്മൾ എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് പാത്ത് സി ഇൻ ആർ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഏതൊരു ക്ലോസ്ഡ് സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്യുക. അതിലുള്ള രണ്ട് പോയിന്റ്സ് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് എടുക്കുക. അപ്പൊ സി എന്ന് പറയുന്ന പാത്തിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് എയും ബിയും. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു പാത്തിനെ നമ്മൾ C1 എന്നുള്ളതുകൊണ്ടും ഈ ഒരു എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു പോർഷൻ, ഈ ഒരു കർവിന്റെ ഒരു പോർഷനെ നമ്മൾ C1 എന്നുള്ളതുകൊണ്ടും എയിൽ നിന്ന് ബിയിലേക്കുള്ള സെക്കൻഡ് പോർഷൻ നമ്മൾ C2 എന്നുള്ളതുകൊണ്ടും ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ C1 എന്ന് പറയുന്നത് C1 മൈനസ് C2 എന്നുള്ളതായിരിക്കും ഈ C എന്നുള്ള ക്ലോസ്ഡ് കർവ്. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളതിനെ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ മൈനസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാൻ പറ്റും. ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആറും ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആറും ഈക്വൽ ആയതുകൊണ്ട് ഇവയുടെ ഡിഫറൻസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ തിയറത്തിന്റെ പ്രൂഫ് നമുക്ക് കോൺവേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ആണ് ഫോർ എനി ക്ലോസ്ഡ് പാത്ത് സി ഇൻ ആർ എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എന്നുള്ളതാണ്. അതായത് ഈ ഡി എന്നുള്ള റീജിയനിലുള്ള നമ്മൾ രണ്ട് ആർബിട്രറി പോയിന്റ്സ് എ ബി എന്നുള്ള രണ്ട് ആർബിട്രറി പോയിന്റ്സ് എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്നുള്ളതാണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏത് രണ്ട് C1 C2 എന്നുള്ള ഏത് രണ്ട് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് സെയിമിന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് ആർബിട്രറി പോയിന്റ്സ് എടുക്കുക. അപ്പൊ അതേപോലെ എയിൽ നിന്ന് ബിയിലേക്കുള്ള രണ്ട് ആർബിട്രറി പാത്തുകൾ എടുക്കുക. C1 C2 എന്നുള്ള രണ്ട് പാത്തുകൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള രണ്ട് പാത്തുകൾ എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ C1 മൈനസ് C2 എന്നുള്ളത് ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ആ ക്ലോസ്ഡ് കർവിനെ നമ്മൾ C എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ മൈനസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലുള്ള പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു.